നമ്മുടെ ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിലൊക്കെ വലിയൊരു പൊളിച്ചെടുത്ത് അനിവാര്യമല്ലേ? കുറച്ചുകൂടി ആളുകൾ തമ്മിലുള്ള ബന്ധം സുദൃഢമാകുന്ന വിധത്തിലുള്ള പൊളിച്ചെടുത്തലുകൾ, ഈ ഒരു പലതരത്തിലുള്ള സാംസ്കാരിക അധിനിവേശങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാംസ്കാരിക തനിമയെ നശിപ്പിക്കാനായി. നിങ്ങളത് ഫാസിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അതിനെ അപഹസിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഉന്നതമായ ഗുരുശിഷ്യ ബന്ധം അത് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? കുടുംബ ബന്ധങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഇതിലൊക്കെ സാംസ്കാരികമായ ഒരു ഉണർവ് പ്രകടമാക്കാൻ ഒരു രാഷ്ട്രീയ ഇടപെടൽ പോലും അനിവാര്യമല്ലേ ഇപ്പോൾ? അല്ല, നിശ്ചയമായി ഇതിലൊരു വലിയ പൊളിച്ചെടുത്ത് ആവശ്യമുണ്ട്. നേരത്തെ അന്നിസറൊക്കെ സൂചിപ്പിച്ചതുപോലെ കുടുംബ ബന്ധങ്ങളിലുണ്ടായിട്ടുള്ള ശിഥിലാവസ്ഥ, കുടുംബം ഒരു സമൂഹത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് എന്ന നിലയിൽ കുടുംബത്തിനുള്ളിൽ നിന്ന് വരേണ്ട മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ വിവിധ കാരണങ്ങളെ കാര്യത്തിലുണ്ട്. കാരണം മധ്യവർഗ സമൂഹത്തിലേക്ക് വളർന്നു വരുന്ന കുടുംബങ്ങൾ സ്വാഭാവികമായും അതിലേക്കുള്ള പാച്ചിലുകളിൽ ഒരുപക്ഷെ വ്യക്തിബന്ധങ്ങൾ സൂക്ഷിക്കുന്നതിൽ പരിമിതികൾ വന്നുപോയിട്ടുണ്ട് എന്നുള്ള ഒരു വലിയ കുറ്റപ്പെടുത്തലുകൾ ഇക്കാര്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായും കുടുംബ ബന്ധങ്ങളിൽ അടിസ്ഥാനപരമായി കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം ഊട്ടിയുറപ്പിക്കുകയും അതോടൊപ്പം അത് സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം. ഇവിടെ കേരളത്തിലെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ സർവ്വ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇപ്പോ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അവർ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അവർ എല്ലാ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് ഈ മയക്കുമരുന്ന് ലോബിക്കെതിരെ നടത്താൻ കഴിയുന്ന ഒരു വലിയ പ്രതിരോധമുണ്ട്. കാരണം വിദ്യാർത്ഥി യുവജന സംഘടനകൾ അതാത് പ്രദേശങ്ങളിൽ ഒരുമിച്ച് ചേർന്ന് നിന്നാൽ ആ പ്രദേശത്ത് ആരാണ് മയക്കുമരുന്ന് എത്തിക്കുന്നത്, ആരൊക്കെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു എന്ന് വളരെ വേഗം കണ്ടെത്താവും. അവരെ പോലീസിനും എക്സൈസിനും അടക്കം കൊടുക്കാം. വേണ്ടി വന്നാൽ അത്തരം ആളുകളെ കൈകാര്യം ചെയ്യാൻ യുവജന വിദ്യാർത്ഥി സംഘടന പ്രവർത്തകർ മടിക്കരുത് എന്നുള്ള അഭിപ്രായമായിട്ടുള്ളത്. അങ്ങനെ തന്നെ വേണം. ടി.പി. ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ചെങ്കൊടിത്തണലിലേക്ക് ഈ മാഫിയ വളർന്നു വരുന്നതിന്റെ ഉദാഹരണങ്ങൾ നമ്മൾ ആലപ്പുഴയിൽ കണ്ടതാണ്. ഈ മയക്കുമരുന്ന് മാഫിയയും ഉള്ള ബന്ധത്തിന്റെ പുറത്ത് ആലപ്പുഴ CPM ഉണ്ടായ പൊട്ടിത്തെറികൾ നമ്മൾ കണ്ടതാണ്. എത്രയോ ആളുകൾ CPM വിട്ട് BJP-യിലേക്കൊക്കെ ചേക്കേറുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വളം വെച്ചു കൊടുക്കുന്നത് ആരാണ് എന്ന ചോദ്യമല്ലേ അവസാനം പ്രസക്തമാകുന്നത്? തീർച്ചയായിട്ടും ഒരു നാഥനില്ലാത്ത അവസ്ഥയിലേക്കാണ് കേരളം. നോക്കൂ, പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എന്ന് അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ല. അദ്ദേഹത്തിന്റെ മകനെതിരായി സമാനമായ ഒരു അന്വേഷണം ഉണ്ടായിരുന്നു. അത് കർണാടക പോലീസ് അന്വേഷിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് കുറച്ച് ദിവസമായി ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വന്നത്. അച്ഛന്റെ എല്ലാ സ്വാധീനം ഉപയോഗിച്ച് കോടതിയിൽ പയറ്റിയിട്ട് പോലും മകനെതിരായി അത് ശിക്ഷിച്ചോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. ഈ തരത്തിൽ പ്രതിഭയുടെ കാര്യത്തിൽ എത്തിയാണ് നമ്മൾ എത്തുന്നത്. ഇതൊക്കെ ഒരുപക്ഷെ ഇത് വന്ന് നമ്മളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്നതിലെത്തി. ആദ്യം ചിലരൊക്കെ അത് രാഷ്ട്രീയമായിട്ട് അതിനെ മൂടി വെക്കാൻ ശ്രമിച്ചെങ്കിലും അത് വന്ന് നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലെത്തുന്ന അതിഭയാനകമായ ചിത്രം കേരളം സാക്ഷ്യം വഹിക്കുകയാണ്. ഇതിനെ തടയേണ്ട ഭരണകൂടങ്ങളാവട്ടെ അവരിൽ നിന്നും, ഞാൻ നേരത്തെ പറഞ്ഞ ബിജു രാധാകൃഷ്ണനെ പോലെയുള്ള ആളുകളുടെ ഭീഷണിക്ക് മുമ്പിൽ പാർട്ടിയും പാർട്ടി നേതാക്കന്മാരും കൈപ്പറ്റിയിരിക്കുന്ന പ്രതിഫലത്തിന്റെ മുമ്പിൽ അവർ നിശബ്ദരാവുകയും കേരളത്തിലെ അബ്കാരി നിയമം പോലും നോക്കൂത്തിയാവുകയും അത് അവരുടെ ഇംഗിതത്തിനൊത്തിട്ട് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ താല്പര്യത്തിന് അത്തല്ല കേരളത്തിൽ അബ്കാരി നിയമങ്ങൾ ഉണ്ടാകുന്നത്. പാർട്ടിക്ക് വലിയ സംഭാവന കൊടുക്കുന്ന അബ്കാരി നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തുമ്പോൾ കേരളത്തിലെ എല്ലാ നിയമങ്ങളും മാറുകയും ഓർഡിനൻസുകളിലൂടെ രാജ്യം നേടിയ എല്ലാ അബ്കാരിക്ക് നിയമങ്ങളും കാറ്റിൽ പറന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. അതാണ് ഗത്യന്തരമില്ലാതെ നേരത്തെ ആലപ്പുഴയിലൊക്കെ നാം ചൂണ്ടിക്കാണിച്ച മാതിരിയിൽ പാർട്ടിക്ക് വഴിപ്പെട്ട് ജീവിച്ച് ഒതുക്കി വെച്ച മനസ്സിലെ വിക്ഷോഭങ്ങൾ സഹിക്കവയ്യാതെ ഒരു വിസ്ഫോടനത്തിന്റെ അവസ്ഥയിലേക്ക് കേരളത്തിൽ വന്നതാണ് ആലപ്പുഴയിൽ നേരത്തെ നമ്മൾ കണ്ടത്. ഇത്തരം സത്യങ്ങൾ തുറന്നു പറയുന്നവരെ വർഗീയവാദികളും പിന്തിരിപ്പന്മാരും ഒക്കെയായി അവസ്ഥകളും. പക്ഷെ ഇത് നമ്മളുടെ ഈ ഭയാനകത നമ്മുടെ വീട്ടുപടിക്കലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും മുറ്റത്തേക്ക് എത്തുമ്പോൾ നമുക്കിത് അന്ധമായ രാഷ്ട്രീയ വിരോധം കൊണ്ട് തടയാൻ കഴിയില്ല എന്നതിന്റെ സൂചനയാണ്. ഒരുപക്ഷെ ഈ ചർച്ചയിൽ എല്ലാവർക്കും ഒരു പൊതുവായി നമ്മൾ എത്തുന്നത് ഇത് തടയേണ്ടതാണ്, ഒത്തൊരുമിച്ച് എതിർക്കേണ്ടതാണ്. ഭരണകൂടത്തിന്റെ കാത്തു നിൽക്കാതെ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ശക്തമായ ഇടപെടലും കൂടി അനിവാര്യമാകുന്നു എന്നതാണ് ഈ ചർച്ച നടത്താൻ NNTV എടുത്ത താല്പര്യത്തെ ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നത്.